ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് തെൽപ്പതി ചാലഞ്ച്. അപ്പൊ നമ്മൾ തെൽപ്പതി ചാലഞ്ച് ആണ് കളിക്കാൻ പോണത്. അപ്പൊ തെൽപ്പതി ചാലഞ്ചിനകത്ത് 5 റൗണ്ട്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 5 റൗണ്ട്സ്. അപ്പൊ ഒന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ക്യാൻഡി റൗണ്ട് ആണ്. അപ്പം സത്യത്തിൽ നമ്മളിവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല, ശബ്ദം മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ബോർഡ് വെച്ചിട്ട് അപ്പൊ 5 റൗണ്ട് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ക്യാൻഡി റൗണ്ട് ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ബൗണ്ടി ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ബൗണ്ടി ആണ് ഫസ്റ്റ് വരയ്ക്കുന്നത്. ഗാലക്സി ആണ്. പിന്നെന്ന് പറയുന്നത് നമ്മളൊരു ക്വാളിറ്റിയുടെ ഒരു മുട്ടായി ആണ്. അപ്പൊ ഫസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ള മുട്ടായി ഞാൻ കാണിക്കാൻ പോണ ഗൈസ്. അപ്പൊ എനിക്കിനകത്ത് അപ്പം എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇവിടെ കാണിക്കാൻ കണ്ടോ, കാരണം കാണാൻ പറ്റുന്ന തോന്നുന്നു. എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ എടുത്തു. ഇപ്പൊ റച്ചു ആലോചിച്ചിട്ട് തീരുമാനിച്ചെടുത്തു. ഓക്കെ, എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ ഒന്നും കൂടെ കാണിക്കാം നിങ്ങളടുത്ത്. എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, ഫിക്സ് ചെയ്താ എടുത്തോ. ഓക്കെ, അപ്പൊ നമുക്ക് കാണിക്കാം. 1 2 3 സ്റ്റാർട്ട്. ഗൈസ്, നമ്മളാണ് ഗാലക്സി ആണ് ഗൈസ് എടുത്തേക്കുന്നത്. അപ്പം ഫസ്റ്റ് റൗണ്ട് സക്സസ് ആയിട്ട് വിജയിച്ചു. അപ്പം ഇനി റച്ചുവിന് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് എടുക്കട്ടെ. നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ ഗൈസ്, റച്ചുവിന് ഇഷ്ടപ്പെട്ടത് റച്ചു എടുക്കാൻ പോവാണ്. ആലോചിച്ചെടുത്തിട്ട് പറയണമേ. ഞാൻ ആലോചിച്ച് നോക്കട്ടെ പിന്നെ എന്താ ഇഷ്ടപ്പെടും. ഞാൻ എടുത്തു. ഓക്കെ, മെയിൻലി ആയിട്ട് അവൻ കഴിക്കുന്നത് എനിക്കൊരു ഡൗട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പം ഞാനൊരു ചോക്ലേറ്റ്സ് എടുത്തിട്ടുണ്ട്. അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇതാണെന്ന് അവൻ പറയുന്നത്. അപ്പൊ നമുക്ക് പൊക്കി കാണിച്ചെടുക്കാം. 1 2 3 സ്റ്റാർട്ട്. യെസ് ഗൈസ്, കറക്റ്റ്. എൻ്റെ റച്ചുവിന്റെ ഫസ്റ്റ് റൗണ്ടിൽ ഞാനും റച്ചുവും കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സെക്കൻഡ് റൗണ്ടിലോട്ട് പോവാം ഗൈസ്. അപ്പൊ നമ്മളിവിടെ സെക്കൻഡ് റൗണ്ടിലോട്ട് വന്നിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ക്യാൻഡി റൗണ്ട് ആണ്. പക്ഷെ നമ്മളിപ്പോ നേരത്തെ കാണിച്ചെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം കിട്ടുന്ന ഇതാണ്. ഇപ്പൊ നമ്മൾ സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ചൈന മുട്ടായിസ് ആണ് ഗൈസ്. ചൈന മുട്ടായിസ്. അപ്പം 3 മുട്ടായി നമ്മൾ എടുത്തിട്ടുണ്ട്, ചൈന മുട്ടായി. അപ്പൊ ഞാൻ ഫസ്റ്റ് മുട്ടായി ഇതാ കാണിക്കാം. മിയു എന്നാണ് ഈ ഒരു മുട്ടായിയുടെ പേര്. മിയു എന്ന് പറഞ്ഞ ഒരു മുട്ടായിയുടെ പേരാണ് ഈ ഒരു മുട്ടായി. പിന്നെ സെക്കൻഡ് മുട്ടായി കാണിക്കു. നമുക്ക് വായിക്കാൻ പറ്റില്ല, ചൈന ഇരിക്കും, അത് ഞങ്ങൾ വായിക്കുന്നില്ല. തേർഡ് മുട്ടായും ഇതാണ്, ചൈനയെ കാണിക്കുന്ന മുട്ടായിയാണ്. അപ്പൊ നമ്മൾ 3 മുട്ടായി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 3 മുട്ടായും ഫസ്റ്റ് ഞാൻ തന്നെ തുടങ്ങട്ടെ. ഓക്കെ, ഫസ്റ്റ് ഞാൻ തന്നെ തുടങ്ങാം. എനിക്ക് ഇഷ്ടമുള്ള മുട്ടായി, എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്ന മുട്ടായി, പക്ഷെ ഞാൻ ഏകദേശം കഴിക്കും. ചൈന മുട്ടായതുകൊണ്ട് എല്ലാം നമുക്കങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. എല്ലാം കഴിക്കാൻ പറ്റുന്ന ഇതായിരിക്കില്ല. ഭയങ്കരമായിട്ടും കയ്പായിരിക്കും. സ്കൂളിൽ ഞാൻ കൊണ്ടുപോയപ്പോ ഒരു മുട്ട എടുത്തപ്പോ അത് കപ്പന്റെ മുട്ട കപ്പന്റെ മുട്ട പോലത്തൊരു മുട്ട, അതിനകത്ത് 2 മുളക്. അപ്പൊ ചൈന മുട്ടായി നമുക്ക് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഗൈസ്, അപ്പം ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു മുട്ടായി ആയിരിക്കും. കാരണം എന്ന് പറയുന്നത് എല്ലാത്തിനും ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഈ ഒരു മുട്ടായാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ ഞാൻ ഒരു മുട്ടായി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ മുട്ടായി പറയത്തുള്ളൂ ഇതിൽ രണ്ടിലും ഇഷ്ടപ്പെടുന്ന ഇതാണെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. അപ്പൊ നമുക്ക് എടുത്തോ റച്ചു. അപ്പൊ നമുക്ക് 1 2 3 സ്റ്റാർട്ട്. ഓ ഗൈസ്, തെറ്റിപ്പോയി. റച്ചു എടുത്തത് ഈ മുട്ടായിയാണ്, പക്ഷെ ഞാൻ എടുത്തത് ഈ ഒരു മുട്ടായാണ്. ചൈനയിൽ ഒരു ഉറപ്പില്ല അവൻ കാണാറില്ല ഗൈസ്, അതുകൊണ്ടാ തെറ്റിപ്പോയത്. കുഴപ്പമില്ല, ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ജയിച്ചായിരുന്നല്ലേ. ഓക്കെ, ഇനി റച്ചുവിൻ്റെതാണ്. റച്ചു ചെയ്തു. ഓക്കെ ഗൈസ്, അപ്പം എടുത്തോ. അപ്പൊ ഞാൻ ആലോചിക്കട്ടെ. ഇവൻ ഇതിനകത്ത് കൂടുതൽ കഴിക്കുന്ന ഒരു മുട്ടായി ഉണ്ട്, പക്ഷെ ഇതിനകത്ത് രണ്ടിനകത്ത് എനിക്കൊരു ഡൗട്ടുണ്ട് ഗൈസ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് അവനെ ഇഷ്ടം. ഗൈസ്, ഞാനും എടുത്തു. അപ്പൊ നമുക്ക് കാണിക്കാം. 1 2 3 സ്റ്റാർട്ട്. ഗൈസ്, സെയിം ആയിക്കുന്നു ഗൈസ്. അപ്പൊ ഇറച്ചു തെറ്റിച്ചെങ്കിൽ ഞാൻ കാരണം ഈ 2 മുട്ടായിലും ഇത് ഭയങ്കര കയ്പാന്ന് വെച്ചാൽ ഒട്ടും കഴിക്കത്തില്ല. ഞാൻ ഇറച്ചു ഒട്ടും കഴിക്കത്തില്ല, രണ്ടും ഭയങ്കര കയ്പാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് അവന് ഒട്ടും ഇഷ്ടമല്ല, ഭയങ്കര ജെല്ലി ആയിട്ട് ഇരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഇത് അതുകൊണ്ട് ഇത് ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് അറിയാം ഇത് അവന് ഇഷ്ടമാണ്. എനിക്ക് ലൂസ് ആക്കിയിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കഴിക്കും. അപ്പൊ നമ്മുടെ സെക്കൻഡ് റൗണ്ടിനകത്ത്
എനിക്ക് ഞാൻ ജയിച്ച് എന്താ പറയുക ജയിച്ചൊന്നുമില്ല. നമ്മളിങ്ങനെ ഇതായിട്ട് തലപ്പത്തി ആയതുകൊണ്ട് സെയിം ആയിട്ട് നമ്മളിങ്ങനെ നോക്കിയതാണ്. അപ്പം ഞാൻ റച്ചു എന്നെ കണ്ടുപിടിച്ചില്ല, പക്ഷെ ഞാൻ അവന്റെ ഇഷ്ടമുള്ളത് ഏതായാലും കണ്ടുപിടിച്ചില്ല. അപ്പൊ നമുക്ക് ആദ്യം ഈ 3rd റൗണ്ടിലോട്ട് പോവാം. അപ്പം നമ്മളെ 3rd റൗണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിനി 2 റൗണ്ട് കൂടെ ഉള്ളു. അപ്പൊ നമ്മളെ 3rd റൗണ്ടിൽ വരുന്നെങ്കിൽ നമ്മൾ പോക്കിമോൺ ആണ്. 3 പോക്കിമോൺ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒന്ന് പിക്കാച്ചു പോക്കിമോൺ ആണ് എടുത്തേക്കുന്നത്. 2 കാണിച്ചു. പിന്നെ മൂന്നാമത്തത് ചാർലിസഡ് ആൻഡ് ബ്ലോസി എന്തോ ആണ് പേര് ഗൈസ്. അപ്പം ഇതായിട്ടുള്ളതാണ്. 3 ഇത് എടുത്തിട്ടുണ്ട്. ഓക്കെ, 3 കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് റച്ചുവിന്റെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോഴും എന്റെ അതിനകത്തല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ റച്ചു ഈ പ്രാവശ്യം റച്ചുവിന്റെ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മള് 3 പോക്കിമോൺ കാർഡാണ് എടുത്തേക്കുന്നത്. ഒന്ന് പിക്കാച്ചു, ചാർലിസാഡ്, എന്നിട്ട് ചാർലിസാഡ് ബ്ലോസോ എന്ന് പറഞ്ഞ ഒരു ഇത്. ബ്ലോസോ എന്നാണ് ഇത് ഉള്ളത്. അപ്പൊ റച്ചു തന്നെ ഫസ്റ്റ് ഇതെടുക്കുന്നു. റച്ചു ആണ് എടുക്കുന്നത്. അപ്പം ഞാൻ ഇന്നത്തെ ആലോചിക്കണം അവൻ ഏതാ ഇഷ്ടപ്പെടുമെന്ന്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഇത് അവന് പോക്കിമോൺ തന്നെ ഭയങ്കര ക്രൈസാണ്. അവൻ എപ്പം പോയാലും പോക്കിമോണാണ് മേടിക്കുന്നത്. അപ്പം എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഇതിനകത്ത് ഏതാ അവൻ ഇഷ്ടപ്പെടുമെന്ന്. ഇതിനകത്ത് 3 അവൻ ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഏതാ ഇഷ്ടപ്പെടുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ അവൻ ഇതിനകത്ത് കോമൺ ആയിട്ട് ഒരു കാര്യം അവൻ എപ്പോഴും പറയും, എനിക്കിത് ഇഷ്ടമാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, ഇതിന്റെ ഒരു കളക്ഷൻ തുടങ്ങണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാനത് ആലോചിച്ചിട്ട് ഞാനിത് എടുക്കുവാണ്. ഇത് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്കിത് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പൊ ഗൈസ് റച്ചു എടുത്താ ആലോചിച്ചെടുത്താ മതി, സമയമുണ്ട്. ഇതെനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ഓക്കെ, എടുത്തോ. ഇഷ്ടപ്പെട്ട എടുത്തല്ലോ. അപ്പൊ ഞാൻ ആലോചിച്ചെടുക്കുക. കാരണം പോക്കിമോൺ എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ക്രൈസ്. പക്ഷെ അവന് എൻ്റെ അടുത്ത് ഇങ്ങനെ പോക്കിമോന്റെ കളക്ഷൻ എല്ലാം പറയുമ്പോൾ അവൻ പറയാം എനിക്ക് ഏതോ ഇഷ്ടപ്പെട്ട ഇതാണ്, എനിക്ക് ഏതാണ് ഇഷ്ടം, ഇതാണ് ഇഷ്ടപ്പെട്ടത്. കളക്ഷൻ കുറെ പറയുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല തെറ്റോ ഇതെന്ന്, അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഗോൾഡിന്റെ വീഡിയോ ഇട്ടു. അപ്പൊ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടത് എനിക്ക് തോന്നുന്നു അവൻ ഇനിയും ഇഷ്ടമുള്ളത് ഇതാണെന്നാണ് തോന്നുന്നത്. അപ്പൊ ഞാൻ എടുത്തു. അപ്പൊ നമുക്ക് 1 കാണിക്കാം. 1, 2, 3 സ്റ്റാർട്ട്. എന്താ എടുത്ത ചാലിസാണോ? കറക്റ്റ് ആയി. എനിക്ക് നല്ലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല 2 ആൾക്കാർ. എനിക്ക് ഡൗട്ട് ആണ്. കാരണം അവന് ഏറ്റവും കൂടുതൽ എന്താണ് ഇഷ്ടമുള്ളത് എന്താണ് ചാലിസാണ്. കാരണം അവൻ എപ്പോഴും എൻ്റെ കൂടെ പറയാറുള്ളത്. എനിക്ക് പോക്കിമോൺ അത്ര ക്രൈസ് ഇല്ല, പക്ഷെ എന്നാലും എനിക്ക് തത്വം എപ്പോഴും പറയുന്ന ഒരു പേര് എനിക്ക് അറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ഞാൻ ആലോചിക്കട്ടെ എനിക്ക് ഏതാ വേണമെന്ന്. അപ്പം അവൻ എപ്പോഴും ചാലിസാഡിനെ കുറിച്ച് പറയും. ചാലിസാഡ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. എനിക്കിതിനകത്തൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ. അപ്പൊ അവൻ അങ്ങനെ പറയുന്നതുകൊണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതാ ഞാൻ അത് എടുത്തത്. അപ്പൊ എനിക്കിഷ്ടമുള്ള ഞാൻ പറയാം. എനിക്കിഷ്ടമുള്ളത് അപ്പൊ എനിക്കിഷ്ടമുള്ളത് ഞാൻ കാണിച്ചേക്കുന്നു. എനിക്കിഷ്ടമുള്ളത് ഇതാണ്. കണ്ടോ, കാണാൻ പറ്റുന്നെന്ന് തോന്നുന്നു. എനിക്കിഷ്ടമുള്ള ഇതാണ്. അപ്പൊ ഞാൻ എടുത്തു കഴിഞ്ഞു. ആലോചിച്ച് തീരുമാനിച്ചിട്ട് എടുത്താൽ മതിയേ. എപ്പോഴും പറയുന്ന ഒരു പേര് ഇതാണ്. അതെനിക്ക് എപ്പോഴും പറയുന്ന പേര് ഇതാണ്. പക്ഷെ ഇത് അതൊന്നും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ഞാൻ ഒന്നും കൂടെ കാണിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. ചാൻസ് ഇല്ല എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പം കാണിക്കാം. 1, 2, 3 സ്റ്റാർട്ട്. എന്തോ എടുത്തത്? പിക്കാച്ചു. ഗൈസ്, അപ്പൊ 3rd റൗണ്ടും നമ്മള് കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് 3rd റൗണ്ടും. ഫസ്റ്റും 3rdും കറക്റ്റ് ആണ്. പക്ഷെ സെക്കൻഡ് ഒരു ഇത് വന്നിട്ട് പോയി. നമ്മളെ ബോർഡ് കുലുങ്ങുന്നില്ലേ ഗൈസ്? നമ്മളെ ബോർഡ് കുലുങ്ങുന്ന വെച്ചാൽ നമ്മളെ ഫാൻ്റെ, നിങ്ങൾ ഇത് പറയുന്നത് കാരണം ഫാൻ്റെ സ്പീഡ് കുറച്ച് കൂടുതലാണ്. അപ്പം നമ്മള് സ്റ്റിക്കർ ഒട്ടിച്ച് ഇതായിട്ട് വെച്ചേക്കാം. അപ്പൊ നമുക്ക് ഇത് അതുകൊണ്ട് ഇങ്ങനെ ഇത് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ തമ്മിൽ അങ്ങനെ കാണുന്നില്ല. അപ്പൊ നമുക്കിനി അടുത്തത് 4th റൗണ്ടിൽ പോകാം ഗൈസ്. 4th റൗണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ ഇപ്പൊ പോണത് 4th റൗണ്ട്. അപ്പൊ നമ്മള് 4th റൗണ്ടിലാണ് പോകണേ. നമുക്കിനി ഒരു റൗണ്ടിൽ കൂടെ ഉള്ളൂ. അപ്പൊ നമ്മൾ 1ാമത്തെ 3ാമത്തെ റൗണ്ട് നമ്മൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. 2ാമത്തെ റൗണ്ട് ഇത്തിരി ഇതായിട്ട്. 4ാമത്തെ റൗണ്ട് എനിക്ക് ഒട്ടും ഒരു ഇതും ഇല്ല കറക്റ്റ് ആക്കുന്നത്. കാരണം ഡിഫറെന്റ് കളേഴ്സ് ആണ്. ഒന്ന് യെല്ലോ ആണ്, ഒന്ന് ബ്ലൂ.
പിന്നെ രണ്ടാമത്തത് ഓറഞ്ച് ആണ്. റെഡ് അല്ല, ഇത് ഓറഞ്ചാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഞാൻ എടുക്കട്ടെ. ഓക്കെ, ഞാൻ പറയാം എനിക്ക് ഏതാ ഇഷ്ടമാണ്. ഞാൻ ആലോചിക്കുന്ന കാര്യം ഇതിനകത്ത് എനിക്കൊന്നും ഒരു കളർ ഇഷ്ടമല്ല. പക്ഷെ എന്നാലും ഞാൻ ആലോചിച്ച് തീരുമാനിച്ചിട്ട് ഒരു കളർ ഞാൻ എടുക്കും. എടുക്കാം. അപ്പൊ നമുക്ക് അത് എടുക്കുമ്പോ ഞാൻ എടുക്കുമെന്ന് എനിക്കറിയാം. അതറിയത്തില്ല, കാരണം ഈ കളറിൽ നമുക്ക് ഒരു കോമ്പിനേഷനും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫുൾ തെറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ എനിക്കിഷ്ടം എന്ന് പറയുന്നത് ഈ ഒരു കളറാണ്. അത്ര ഇഷ്ടമല്ല, എന്നാലും ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഇപ്പൊ പറയുന്നത് ഈ ഒരു കളറാണ്. അപ്പൊ ഞാൻ ഈ ഒരു കളർ എടുത്തേക്കുന്നു ഗൈസ്. ഞാൻ ആ ഒരു കളറാണ് എടുത്തേക്കുന്നത്. ഇപ്പൊ വെച്ചാൽ ഞാൻ എടുത്തേക്ക് ഇനി എടുത്തു. എനിക്കൊരു ഇതുമില്ല ഗൈസ്. അപ്പൊ നമുക്ക് കാണിക്കാം. 1 2 3 സ്റ്റാർട്ട്. നീ യെല്ലോ എടുത്താ, ഞാൻ ഓറഞ്ച്. ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞില്ല, ഈ കളർ കോമ്പിനേഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ പല പല കളർ ആയിരിക്കും പല പല സമയത്ത് ഇഷ്ടപ്പെടുന്നത്. അപ്പം നമ്മൾ ഫോർത്ത് റൗണ്ടിലാ ഫസ്റ്റ് ഇതായിട്ട് നമ്മൾ തെറ്റിച്ചു ഗൈസ്. ഇനി സെക്കൻഡ് റെച്ചു ഇഷ്ടപ്പെട്ടു. ഞാൻ ആലോചിക്കട്ടെ ഏതാ വേണമെന്ന്. ഓക്കെ, ഞാൻ എടുക്കട്ടെ. എനിക്ക് തോന്നുന്നു റെച്ചുവിന് ഇതാണെന്ന് തോന്നി ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് കാണിക്കാം. 1 2 3 സ്റ്റാർട്ട്. ബ്ലൂ ആ ഞാൻ പറഞ്ഞ തെറ്റി. ഞാൻ പറഞ്ഞില്ലേ രണ്ട് സൂപ്പർമാന്, പിന്നെ ഒരെണ്ണം എന്താ ഞാൻ പറഞ്ഞല്ലേ തെറ്റിക്കുമെന്ന് എനിക്കറിയാം. അപ്പം ഗൈസ്, അപ്പം നമ്മളെ നാലാമത്തെ ഇതിനകത്തും പോയി 2ഉം 4ഉം പോയി, 1ഉം 3ഉം നമ്മൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഒരാളെ നമുക്ക് ഇനി 5ാമത്തെ റൗണ്ടിൽ എന്താവും അറിയത്തില്ല ഗൈസ്. അപ്പൊ നമുക്ക് 5ാമത്തെ റൗണ്ടിലോട്ട് പോവാം ഗൈസ്. അപ്പൊ നമ്മളിപ്പോ പോണത് 5ാമത്തെ റൗണ്ടിലാണ്, ലാസ്റ്റ് റൗണ്ട്. അപ്പൊ നമ്മൾ ലാസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. 1ാമത്തേന്ന് പറയുന്നത് മാത്സ് ആണ്, 3ാമത്തത് ഇംഗ്ലീഷ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് 2 പേപ്പർ എടുത്തു. നമുക്ക് തോന്നുന്ന പേപ്പർ വേണ്ടെന്ന് തോന്നി. അപ്പം അതുകൊണ്ട് നമ്മൾ 2 പേർക്കും 2 പേപ്പർ എടുത്തിട്ടുള്ളൂ. അതിനകത്ത് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് എഴുതിയേക്കുവാണ്. ഫസ്റ്റ് തന്നെ ഞാൻ എടുക്കാന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്ജക്ട് എപ്പോഴും പറയാം. ഏത് വേണം ആലോചിച്ചു നോക്കട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇതാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ എടുത്തേക്കുന്നു ഗൈസ്. ഇനി റെച്ച് എടുത്തു. ഓക്കെ, 1 2 3 സ്റ്റെപ്പ് ഒക്കെ ആണ്. ഏതെടുത്തേ? സയൻസ്. ഗൈസ്, ഞാൻ അവൻ്റെ അടുത്ത് പറയാറുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സയൻസ് ആണ്. എനിക്ക് സയൻസ് ഡോക്ടർ ആവണം. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സയൻസ് ആവശ്യമുള്ള സയൻസ് ആണ്. അപ്പം ഞാൻ എനിക്ക് ഡോക്ടർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടോ. ഞാൻ സയൻസ് ആണ് എടുക്കുന്നത്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട സയൻസ്. ഇനി റെച്ചു തീരുമാനം. എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ പ്രാവശ്യം ഇതിന് നല്ല മാർക്ക് ഫുൾ മാർക്ക് കിട്ടാറുണ്ട്. അപ്പൊ എനിക്ക് ഇല്ല നല്ല മാർക്ക് ഇതിന് അങ്ങനെല്ലാം പറഞ്ഞോണ്ടും ഞാൻ ഈ ഒരു ഇതാണ് എടുത്തേക്കുന്നത് ഗൈസ്. അപ്പൊ നമ്മൾ കാണിക്കാം. 1 2 3 സ്റ്റാർട്ട്. എന്തോ ഇംഗ്ലീഷ് ആണ് ഗൈസ്. എനിക്കിത് നല്ല രീതി അറിയാവുന്ന വെച്ചാല് ഇവര് മാത്സ് ഭയങ്കര പാടാണ്. എന്നുവെച്ചാൽ ഭയങ്കര എനിക്ക് നല്ല രീതി അറിയാം. എനിക്ക് പാടാണ്. അപ്പൊ മാത്സ് ഭയങ്കര പാടാണ്. സയൻസ് എന്ന് പറയുന്ന റെച്ചുവിന് സയൻസ് എന്ന് പറയുന്ന സ്ഥിതിയേ സയൻസ് ഉണ്ടല്ലേ? റെച്ചുവിന് സയൻസ് ഉണ്ട് ഇല്ലേ? അല്ല, അതിന് EVS ആണല്ലേ. സോറി, കൺഫ്യൂഷൻ. പിന്നെ ഇംഗ്ലീഷ് ആണ്. അപ്പൊ എനിക്ക് അതാണ് ഗൈസ് കിട്ടാറുണ്ട്. അപ്പൊ നമ്മളെ ഇന്നത്തെ തെലപ്പതി ചലഞ്ച് കഴിഞ്ഞു. നമ്മൾ 5 റൗണ്ടിനകത്ത് 1ഉം 3ഉം 5ഉം നമ്മൾ കറക്റ്റ് ആയിട്ട് എടുത്തു. പക്ഷെ അതിനകത്ത് 2 റൗണ്ട് മാത്രം മിസ് ചെയ്തു. അത് കുഴപ്പമില്ല. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുവാണ് 5 റൗണ്ടും കഴിഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരും. ഇനി കൂടുതൽ വീഡിയോ കാണണമെങ്കിൽ ഈ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബൈ.